ഞാൻ പറഞ്ഞു പഞ്ചമഹാധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പഞ്ച ശുദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പഞ്ചധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പഞ്ചധർമ്മങ്ങൾ? എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇവിടെ എല്ലാവരും നന്നായിട്ട് ഭഗവാന്റെ കൃതികളൊക്കെ വായിക്കുന്നവരൊക്കെയാണല്ലോ. ശരീരശുദ്ധി, മനഃശുദ്ധി, പഞ്ചശുദ്ധിയാണ്. ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരം ശുദ്ധമായിട്ട് വളരെ, അതായത് നമ്മൾ പുറമേയുള്ള ശുദ്ധി മാത്രമല്ല, അകമേയും പുറമേയും ശുദ്ധിയായിരിക്കുക. വാക്ശുദ്ധി ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ വായിൽ എന്താണ് ആ വാക്ശുദ്ധി ഭഗവാൻ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൊണ്ട് മറ്റൊരാളിന് ദുഃഖമുണ്ടാക്കരുത്. ഒരുപക്ഷെ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളിന്റെ അടുത്ത് ചെന്നിട്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചു വന്നിരിക്കുന്ന ഒരാളിന്റെ അടുത്ത് ചെന്നിട്ട് നിനക്കിത് അല്പം പോലും ചേരുന്നില്ല എന്ന ഒറ്റ വാക്ക് മതി അല്ലേ? ആ ആളിനെ നമ്മൾക്ക് കംപ്ലീറ്റ് അവർക്ക് രണ്ട് കല്ല് കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അവരുടെ മനസ്സാകെ കലുഷിതമാകും. അപ്പൊ നമ്മളുടെ വാക്ക് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ മനഃശുദ്ധി, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും, ആരെയോടെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ തട്ടി ഒരിക്കലും നമ്മൾ ആരെയും പറയരുത്. അപ്പൊ മനഃശുദ്ധി. അതുപോലെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. കണ്ണുകൊണ്ട് നല്ലത് കാണുക, ചെവി കൊണ്ട് നല്ലത് കേൾക്കുക. ആരെങ്കിലും മുമ്പേ അദ്ദേഹം പറഞ്ഞു, ആരോ ഒരു ഫോണിനകത്തേക്ക് അശ്ലീലമായിട്ടുള്ള, നമ്മളത് ഉപേക്ഷിച്ചേക്കുക. അത് നമ്മൾക്കുള്ളതല്ല എന്ന് കരുതുക. കേൾക്കുന്നതും ഒരാൾ നമ്മളോട് അസഭ്യമായിട്ടുള്ള വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് കേട്ടില്ല എന്ന് കരുതുക, അല്ലെ? ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുക അത് ഉത്തമം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭഗവാൻ പറഞ്ഞതാണ്, നല്ലതല്ലാത്തത് മറന്നേക്കുക. പിന്നെ അത് നമ്മുടെ മനസ്സിൽ വെക്കരുത്, അപ്പോഴേ കളഞ്ഞേക്കുക. അപ്പം അതുപോലെ തന്നെ ഗൃഹശുദ്ധി, ഗൃഹത്തിനകവും പുറവും. നമ്മളുടെ വീട് ശുദ്ധം അല്ലെങ്കിൽ, വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു, ആ ഭക്ഷണമാണ് ശരിക്കും നമ്മളെ നിലനിർത്തുന്നത്. ആ ഭക്ഷണം ശരിയല്ലെങ്കിൽ നമ്മളുടെ ഈ മനഃശുദ്ധി ഉണ്ടാവില്ല, വാക്ശുദ്ധി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അല്ലേ? അപ്പം ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമ്മള് എന്താണ്, നമ്മൾക്ക് കഴിക്കുന്നതും വലിക്കുന്നതും ഒക്കെ വേണം, അതില്ലാതെ പറ്റില്ല. പക്ഷെ അത് ഭഗവാൻ പറയുന്നത് ശവക്കറിയാണെന്ന്. എന്താ, ചിക്കനും മട്ടനും ഒക്കെ ഇല്ലേ, അതെന്താണ്, നമ്മളെ പോലെയുള്ള ജീവിയാണ് അത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കും, ഈ ചെടികൾക്കുമൊക്കെ ജീവനില്ലേന്ന്. പക്ഷെ നിങ്ങളൊരു തുളസിയുടെ കതിരൊന്ന് നുള്ളി നോക്കൂ, 2 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ എന്താണ്, ആർത്ത് കിളിച്ച് നിൽക്കുന്നതാണ്, അതല്ലേ? അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോ അതേസമയം നമ്മളൊരു കോഴിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കിട്ടുമോ? ഇല്ല. അപ്പോ ഇങ്ങനെ ഭഗവാൻ പഞ്ചശുദ്ധികളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഞാൻ മുമ്പേ ചോദിച്ച പഞ്ചമഹാധർമ്മങ്ങൾ: അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഈ 5 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു ഗൃഹസ്ഥാശ്രമി മാത്രമല്ല കേട്ടോ, അതെല്ലാവരും പാലിക്കേണ്ടതാണ്. അഹിംസ ഏറ്റവും പ്രധാനമാണ്, ഒന്നിനെയും കൊല്ലാതിരിക്കുക. പക്ഷെ നമ്മൾ മനുഷ്യര് വെറുതെ എവിടെയെങ്കിലും നിൽക്കുന്ന നായയാണേലും അതിനെ നമുക്ക് വെറുതെ എറിയണം, അല്ലെ? അത് നമ്മളെ ഒന്നും ചെയ്തിട്ടല്ല. അപ്പൊ അഹിംസ ഏറ്റവും പ്രധാനമാണ്. ഞാൻ എളുപ്പം പറഞ്ഞു പോവുകയാണ്, നീ കൂടുതലൊന്നും വിവരിക്കാനുള്ള സമയമില്ല. സത്യം, സത്യം പറയുക, സത്യമല്ലാത്തത് പറയാതിരിക്കുക. ഇപ്പൊ ഒരു സത്യം വധ എന്ന വാക്കിന്റെ അർത്ഥം സത്യം. അപ്പൊ അങ്ങനെ അതിന് ചോദിക്കും, സത്യം പറയാൻ പറയുമ്പോൾ നമ്മൾ ഓർക്കും ആർക്കെങ്കിലും ദോഷം ഉണ്ടാകുന്ന സത്യവും പറയുക. അങ്ങനെയല്ല. സത്യം മറ്റൊരാൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന സത്യം പറയാതിരിക്കുന്നതും സത്യത്തിൽ വരുന്നതാണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? പിന്നെ അസ്തേയം. എന്താണ് അസ്തേയം എന്ന് പറഞ്ഞാൽ? സ്ഥേയം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അസ്തേയം. സ്ഥേയം മോഷണമാണ്, അസ്തേയം മോഷ്ടിക്കാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ആരുടെ ഒന്നും മോഷ്ടിക്കും. ഞാൻ ആരുടെ ഒന്നും മോഷ്ടിക്കില്ല. പക്ഷെ അത് മാത്രമല്ല അസ്തേയം. ഗുരു പറയുന്ന അസ്തേയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഒരു മനുഷ്യന് ഒരു ജീവിതകാലം ജീവിക്കാൻ എത്ര വേണം? നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടോളൂ, നമ്മൾ സ്വർണം വാങ്ങണം, നമ്മൾ കുറച്ചൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വേണ്ടതൊക്കെ സ്വരുക്കൂട്ടി വെക്കണം. പക്ഷെ 4 തലമുറയ്ക്കുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനമ്മമാരുടെ, ഇപ്പൊ
എന്നെ പോലെ ഒരു 50s ആളുകൾക്ക് അത് ശരിക്കും മനസ്സിലാകും. നമ്മളുടെയൊക്കെ അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയത്. എന്നിട്ട് അവര് അന്നത്തെ അന്നത്തിനുള്ള വഴി നമുക്ക് തന്നാണ് നമ്മളെ വളർത്തിയത്. നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചത്? നമ്മൾ സ്വയം അധ്വാനിച്ച് ജീവിച്ചത് കൊണ്ട് നമ്മളുടെ ജീവിതം കഴിഞ്ഞു പോകുന്ന അത്ര മാത്രമാണ് ഭഗവാൻ പറയുന്നത്. മറ്റൊരാൾക്ക് അവകാശപ്പെട്ട, ഇപ്പൊ ഒരാൾക്ക് ജീവിക്കാൻ ഇപ്പൊ ഒരു ദിവസത്തേക്ക് 1000 രൂപ വേണമെന്ന് വെച്ചോ, 10,000 രൂപ അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ അത് സൂക്ഷിച്ചു വെക്കുന്നതല്ല, നമ്മൾ നാളത്തേക്ക് ഒരു സൂക്ഷ്മം വേണം. പക്ഷേ മറ്റൊരാളിൻ്റെതാണത്, മറ്റൊരാളിന് അവകാശപ്പെട്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അതും മോഷണമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ? ഗുരു പറയുന്നു, ഗുരു ഈശാവാസ്യ ഒറ്റ ഒരു ഉപനിഷത്തിന് മാത്രമേ ഗുരു ഭാഷ തന്നിട്ടുള്ളൂ. ഏതാണ്? ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ അത് തന്നെയാണ്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ഭഗവാൻ പറയുന്നുണ്ട്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഗ്രഥ കസ്യസ്വിദ്ധനം. അതാണ് അതിന്റെ മൂലം. ഈശാവാസ്യ ഉപനിഷത്തിന്റെ 18 ശ്ലോകങ്ങളെ ഭഗവാൻ 22 ശ്ലോകങ്ങളിലാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഈശാവാസ്യമിതം സർവം, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഏതൊരു ജീവിയുടെയും ഉള്ളിൽ എന്തുണ്ട്? ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. നമ്മളിപ്പോ ഞാൻ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ എങ്ങനെയാണ്? എന്റെ കഴിവ് കൊണ്ടാണ്. അതല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ കഴിവാണ്. ശരീരമാണോ ഞാൻ? എന്താ ഗദ്യ പ്രാർത്ഥനയിൽ പറയുന്നത്? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഒന്നാനം നമ്പൂതിരി ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, എത്ര ജന്മം പുഴുവായി കിടന്നതും എത്ര ജന്മം മലത്തിൽ കിടന്നതും നായായും നരിയായും സ്ത്രീയായും അതായത് മനുഷ്യ ജന്മത്തിന് മുൻപ് 1000കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. അപ്പോൾ പോലും ഭഗവാന്റെ നാമമൊന്നു ഉരുവിടാത്തവരെന്തിന് ജീവിക്കുന്നു എന്നാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് ഈ മനുഷ്യ ജന്മം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഏത് ജന്മം എടുത്താലും എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം ഞാൻ ഈ ശരീരമല്ല. ഞാൻ ശരീരമാണെങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളുടെ ശരീരം നമ്മളോടൊപ്പം ഉണ്ടല്ലോ, ഇല്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മൾ എണീക്കുന്നത് ജോലി ചെയ്യുന്നില്ല? അതുവരെ ഈ ശരീരം വെച്ചല്ലേ ജോലി ചെയ്തത്. അപ്പൊ ഞാൻ ശരീരമാണെങ്കിൽ ആ ശരീരത്തോടെ, ആ ശരീരം ഉള്ളപ്പോൾ എനിക്ക് ചൈതന്യം ഉണ്ടാവേണ്ടത് അതുകൊണ്ടായില്ലാത്തത്. അതിനകത്തുണ്ടായിരുന്ന ഒന്നുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ നിലനിർത്തുന്ന. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിന്നും വാക്കായി വെളിയിലേക്ക് വരുന്ന ഈ ഒരു വാക്ക് അക്ഷരം ബ്രഹ്മമാണ്. അക്ഷരമാണ് ബ്രഹ്മം. ഭഗവാൻ പിണ്ടനന്ദയിൽ പറയുന്നില്ലേ, നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നു. ഏതാണ് ശ്ലോകം? രേതസ്സു തന്നെ അതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ. മാതാവുമില്ല അവിടെയൊന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണിവനിന്ന് ശംഭോ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ ആരാണ് അവിടെ കാത്തത്? നമ്മുടെ അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? അപ്പം അച്ഛന്റെ രേതസ്സും അമ്മയുടെ രക്തവും ചേർന്നൊരു പിണ്ഡമായിട്ട് ആ ഫസ്റ്റ് സൈഗോട്ടായിട്ട് ഉള്ളിൽ കിടക്കുമ്പോൾ, അതിനുശേഷം നമ്മളിപ്പോ പറയും, ആൾക്കാർ പറയും 4 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 മാസം സൂക്ഷിക്കണമെന്ന് പറയില്ലേ? ആ 4 മാസം, 4ാമത്തെ മാസത്തിലാണ് നമ്മുടെ ഉള്ളിൽ ജീവനെ കുടിയിരുത്തുന്നത്. അതുവരെ ആ ജീവൻ എന്തും സംഭവിക്കാം. നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നവരല്ലേ, അല്ലെ? ഇപ്പൊ രാമായണ മാസം കഴിഞ്ഞത് ആരും എന്താ ഒന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ ഇനി അടുത്ത പ്രോഗ്രാമിന് വേണ്ടി അതിനെ ഓർത്തിരിക്കുമായിരിക്കും, അല്ലെ? അപ്പൊ നമ്മുടെ രാമായണത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിഷ്കിന്ധാകാണ്ഡത്തിൽ അല്ല, സുന്ദരകാണ്ഡത്തിൽ സമ്പാദ്യവാക്യമുണ്ട്. സീതയെ അന്വേഷിച്ചു പോകുന്ന നമ്മുടെ ഹനുമാൻ ഉൾപ്പെടെയുള്ള അവര് പല തരത്തിലേക്ക്, പല വഴിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഹനുമാൻ പോകുമ്പോൾ സമ്പാദ്യ പറഞ്ഞോളൂ. സമ്പാദ്യ എന്ന് പറയുന്ന